show any fear. I've been flying from town to town, from London to Taiwan. I've been all around the globe trying to protect your soul. We are heroes tonight. We will fly above the sky. We are heroes tonight. Yeah, we are heroes tonight. We will fly above the sky. We are heroes tonight. From town to town, from London to Taiwan. I've been all around the globe trying to protect your soul. Nightmares creep while you and me repeat. This bittersweet heat is suffocating. Waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire. Don't stop that thrill. My bones crave your skin. Temptation within. Mistakes ignite the silence. Nightmares creep while you and me repeat. This bittersweet heat is suffocating. I'm waiting and always hesitating. Kryptonite desires set my heart afire. Heart on fire. Set my heart afire.
ഹലോ ഗൈസ്, വെൽക്കം ടു സ്ട്രീം. അപ്പോൾ വാർഗോഡ് വാർഫെയർ എലൈറ്റിലേക്ക് നിങ്ങൾക്കെല്ലാം സ്വാഗതം. നമ്മൾ എത്തിയിരിക്കുകയാണ് വാർഗോഡിന്റെ മാച്ചിൽ. അപ്പോൾ ഹാവക് ടീമാണ് സ്ലോട്ട് നമ്പർ 4 ഇരിക്കുന്നത്. റാക്കിൾ ടീം സ്ലോട്ട് നമ്പർ 5 DKC മെമ്പർ സ്ലോട്ട് നമ്പർ 7 ഇരിക്കുന്നതായിട്ട് കാണാം. SN4 മെമ്പർ സ്ലോട്ട് നമ്പർ 9 റെയ്ത്തിലെ മെമ്പർ സ്ലോട്ട് നമ്പർ 10 F1 മെമ്പേഴ്സ് അവിടെ സ്ലോട്ട് നമ്പർ 11 ഇരിപ്പുണ്ട്. എക്സ്കൽ മെമ്പർ സ്ലോട്ട് നമ്പർ 12 G10 മെമ്പർ സ്ലോട്ട് നമ്പർ 13 നമ്മുടെ 1X മെമ്പേഴ്സ് അവിടെ 14 RVL മെമ്പേഴ്സ് അവിടെ സ്ലോട്ട് നമ്പർ 15. അപ്പോൾ എല്ലാ ടീമുകളിലും 3 മെമ്പേഴ്സ് ഒക്കെ ആയിട്ട് കാണുന്നുള്ളൂ. SBI ടീം അവിടെ പക്ഷേ ഫുള്ളാണ്. 16ാമത്തെ സ്ലോട്ടിൽ ഇരിക്കുന്നു. NOT ടീം മെമ്പേഴ്സ് അവിടെ ഫുള്ളാണ്. 17ാമത്തെ സ്ലോട്ടിൽ കേരള ടീം അവിടെ ഫുള്ളാണ്. എയിൽ 3 മെമ്പേഴ്സേ ഉള്ളൂ. ആഷസ് ടീം ഔട്ട് സ്ലോട്ട് നമ്പർ 20, ബ്ലൈൻഡ് ടീം ഔട്ട് സ്ലോട്ട് നമ്പർ 22, LMX ടീം അറ്റ് സ്ലോട്ട് നമ്പർ 22, ബ്ലൈൻഡ് ടീം അറ്റ് 21 ആൻഡ് LMX അറ്റ് 22, TGO ടീം അറ്റ് 23 ആൻഡ് LX ടീം അറ്റ് 24, വാർഗോഡ് മെമ്പേഴ്സ് അറ്റ് 25. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലോട്ട് ലിസ്റ്റുകൾ. അപ്പം നമ്മുടെ ഫ്ലൈറ്റ് അവിടെ ചാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഫ്ലൈറ്റ് നോക്കുവാണെങ്കിൽ നമ്മുടെ മൂക്കായ്ക്ക് മുകളിലൂടെ ചെന്ന് സെമിക്കും ബണ്ടായ്ക്കും ഇടയിൽ അവസാനിക്കുന്നതാണ് നമ്മുടെ ഫ്ലൈറ്റ് പാത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ എന്താകും സ്ഥിതി എന്നുള്ളത് അറിയത്തില്ല. 1X മെമ്പേഴ്സ് അവിടെ ചാടിയിട്ടുണ്ട്. TGO മെമ്പേഴ്സ് അവിടെ ചാടിയിട്ടുണ്ട്. അപ്പം കട്ട് ഓഫ് ഫൈറ്റ് നടക്കാനുള്ള ഒരു സകല ഇതും കാണുന്നുണ്ട് നമ്മൾ. ഇപ്പോൾ പാരഡൈസ് റിസോർട്ടിൽ അടി എങ്ങനെ ഉണ്ടാകും എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പാരഡൈസ് റിസോർട്ടിൽ നമുക്ക് 3 ടീം മെമ്പേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. 3 എന്ന് പറയുമ്പോൾ TGO ടീമിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ടീം നമ്പർ 17 കാണാൻ സാധിക്കുന്നുണ്ട്. ടീം നമ്പർ F1 കാണാൻ സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ NOT ടീമിനെ നമുക്ക് അടുത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ വാർഗോഡ് വേഴ്സ് TGO വേഴ്സ് LMX മെമ്പേഴ്സ് അവിടെ ബ്ലൈൻഡുമായിട്ട് അടി തുടങ്ങിയിട്ടുണ്ട്. LMX എഡ്ഗറുമായിട്ട് ബ്ലൈൻഡ് 3600 ഡൗൺ ചെയ്തിട്ടുണ്ട്. LMX മെമ്പേഴ്സ് ആൻഡ് ബ്ലൈൻഡിൻ്റെ ഫൈറ്റ് എവിടെയാണ് നടക്കുന്നത് എന്നുള്ളത് നോക്കേണ്ടിയിരിക്കുന്നു. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് ഒന്ന് സ്പ്രെഡായിട്ട് ഇറങ്ങിയതായിരുന്നു തോന്നുന്നു. അപ്പോൾ LMX മെമ്പേഴ്സ് അവിടെ അടിച്ച് തീർത്തിട്ടുണ്ട് ബ്ലൈൻഡിലെ മെമ്പേഴ്സിനെ. ബ്ലൈൻഡിൽ 3 മെമ്പേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. വാർഗോഡ് ടീമിൻ്റെ തൊട്ടടുത്ത ഒരു ടീമിനെ കാണാൻ സാധിക്കുന്നുണ്ട്. ടീം നമ്പർ 12 എക്സ്കൾസിലെ മെമ്പേഴ്സിനെ ഞാൻ തോന്നുന്നു അവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന. എക്സ്കൾസിലെ മെമ്പേഴ്സ് തൊട്ടടുത്ത് തന്നെയുണ്ട്. SN4 ബിലീവർ അവിടെ തൊട്ടുണ്ട്. LX ARL ഖസിക്കിനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. LX ടീം മെമ്പേഴ്സ് അവിടെ ഫൈറ്റ് എടുക്കുന്നുണ്ട്. LX മെമ്പേഴ്സിൻ്റെ ഫൈറ്റ് എവിടെയാണ് നടക്കുന്നതെന്ന് നോക്കേണ്ടിയിരിക്കുന്നു. LX ഹൂലിഗൻ്റെ അടുത്തേക്ക് പോകാം. LX ARL ആയിരുന്നു അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരുന്നത്. ഖസിക്കിനെ അവിടെ ഫിനിഷ് ചെയ്തത്. എന്തായാലും മെമ്പേഴ്സ് സൂര്യ ആൻഡ് 7 Pro അവിടെ അടുത്തായിട്ടുണ്ട്. TGO മെമ്പേഴ്സ് അവിടെ NOT ടീമിലെ മെമ്പേഴ്സിനെ അടിക്കുന്നു. TGOഡിൻ്റെ ഫൈറ്റ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. NOT മെമ്പേഴ്സിനെ അവിടെ 2 പേരെ അടിച്ച് താഴെയിട്ടിട്ടുണ്ട്. അപ്പോൾ NOT വൈപ്പറിനെ അവിടെ ഫിനിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. TGOഡിലെ മാക്സ് OP അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ F1 മെമ്പേഴ്സ് അവിടെ കയറി പണിതിട്ടുണ്ട്. F1 മെമ്പേഴ്സ് TGOഡിന് നല്ല പണി കൊടുത്തിട്ടുണ്ട്. F1 മെമ്പേഴ്സ് അവിടെ അടിച്ചിട്ടുണ്ട്. TGOഡിലെ മെമ്പേഴ്സുമായിട്ടുള്ള കട്ട ഫൈറ്റിലാണ്. NOT ടീമിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. TGOഡിനെ അവിടെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. LX നിഞ്ച OPനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. LX നിഞ്ച OP അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അവിടെ കട്ട ഫൈറ്റിംഗ് വീണ്ടും അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്ന F1 ടീം ആൻഡ് NOT ടീമിൻ്റെ ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. LX ടീമിനെ നോക്കാം. LX ടീം നേരെ കയറി ചെന്നിരിക്കുകയാണ് ടീം എയുടെ അടുത്തേക്ക്. മെമ്പേഴ്സ് അവിടെ കട്ട ഫൈറ്റിംഗ് ആണ്. LX ARL അവിടെ സ്പോട്ട് ചെയ്ത് സൂര്യനെ ഡൗൺ ചെയ്തിട്ടുണ്ട്. LX നിഞ്ച OP ഓൾറെഡി ഡൗൺ ആണ്. ഹൂളിഗൻ തൊട്ടടുത്തുണ്ട്. 7 Pro ഇപ്പോഴും അടുത്ത് നിൽക്കുന്നേ ഉള്ളൂ. 7 സൂര്യനെ അവിടെ റിവൈവ് ചെയ്യാൻ സാധിക്കുമെന്ന് അറിയത്തില്ല. ഹൂളിഗൻ അവിടെ ഓടി വരുന്നുണ്ട്. അപ്പോൾ LX ARL അവിടെ നിഞ്ചനെ റിവൈവ് ചെയ്യാൻ ചെന്നിട്ടുണ്ട്. ഹൂളിഗൻ അവിടെ പതുക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹൂളിഗനെ നോക്കാം. ഹൂളിഗൻ അവിടെ പതുക്കെ ഓപ്പണിൽ കൂടെ ഓടി വരുന്നേ ഉള്ളൂ. വളരെ ദൂരെയാണ് ഹൂളിഗൻ കഴിയുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്രഷറൊക്കെ വേറെ ഏരിയ തന്നെയാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ മെമ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ സൂര്യ അവിടെ ഡൗൺ ആയിട്ട് നിൽക്കുന്നത്. പതുക്കെ 7 Proയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ 7 Proയുടെ അടുത്തേക്ക് പതുക്കെ പോകുന്ന സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നിഞ്ച OP അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. നിഞ്ച OP അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിഞ്ച സൂര്യയുടെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ഏകദേശം നിഞ്ചയ്ക്ക് അവിടെ നല്ല ഡാമേജ് കൊടുത്ത് നമ്മുടെ 7 Pro അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. AK7 വെച്ചുള്ള മനോഹരമായ സ്പ്രേ ആയിരുന്നു. ഹൂളിഗൻ അവിടെ നിൽക്കുന്നുള്ളൂ. ARL അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിഞ്ച OPക്ക് അടുത്തേക്ക് ഹൂളിഗൻ അവിടെ ഓടി എത്തുന്നുണ്ട്. ഹൂളിഗൻ അവിടെ മിക്കാറും നിഞ്ചനെ റിവൈവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. LX ARL അവിടെ ഇപ്പോഴും ഫയർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിഞ്ചയുടെ കില്ല് അവിടെ കൺഫേം ചെയ്യാനുള്ളതായിട്ടുള്ളൊരു പോക്കാണ്. LX ഹൂളിഗൻ ഇതെല്ലാം സ്പോട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഹൂളിഗനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ഹൂളിഗൻ്റെ സ്പ്രേയിൽ അവിടെ വെക്ടറിൻ്റെ സ്പ്രേയിൽ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. റെയ്ത്ത് ഉണ്ടോ? യെസ് ബ്രോ, റെയ്ത്തിലെ മെമ്പേഴ്സ് ഇപ്പോഴും ഉണ്ട്. റെയ്ത്തിലെ മെമ്പേഴ്സ് എല്ലാം ലൈവായിട്ടുണ്ട്. അവർ ക്യാമ്പിലാണ് നിൽക്കുന്നത്. അവർക്ക് കുഴപ്പമൊന്നുമില്ല. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ LMXുമായിട്ട് ഫൈറ്റ് എടുക്കുന്നുണ്ട്. ആ ഫൈറ്റിലേക്ക് നമുക്കൊന്ന് പോകാം. ബ്ലൈൻഡ് ആൻഡ് LMXിൻ്റെ ഫൈറ്റ് നോക്കുകയാണ്. LMXിലെ ബീറൂസ് അവിടെ ഡൗൺ ആണ്. സൈക്കോ ഡൗൺ ആണ്. LMX ബ്ലൈൻഡ് ഡെഡ് ഷോട്ട് അവിടെ മനോഹരമായിട്ട് തന്നെ ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡെഡ് ഷോട്ട് ബീറൂസിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തപ്പോൾ LMX മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പതുക്കെ കയറി ചെന്നുകൊണ്ടിരിക്കുകയാണ്. ബാക്കി മെമ്പേഴ്സ് കൗബോയ് അവിടെ ഓടി ചെല്ലുന്നു. LMX മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്തു. പക്ഷേ കൗബോയിനെ അവിടെ ഡൗൺ ചെയ്തിരിക്കുകയാണ്. LMXിലെ മെമ്പേഴ്സ്
ഡൂഡി അവിടെ ഓടി വരുന്നേ ഉള്ളൂ. ഡെഡ് ഷോട്ട് അവിടെ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ട് ഡെഡ് ഷോട്ടിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തു. LMX മെമ്പേഴ്സ് അവിടെ ഡെഡ് ഷോട്ടിൻ്റെ കില്ല് ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ കൺഫേം ചെയ്യുകയും ചെയ്യും. ഡൂഡി ഇപ്പോഴും അവിടെ ദൂരെ നിന്ന് സൈക്കോനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ബെർലിൻ്റെ അടുത്തേക്കൊക്കെ ഓടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. LMXലെ എഡ്ഗർ വൈറ്റ് അവിടെ ഡൗൺ ആണ്. അപ്പോൾ 3 പേര് LMXലെ ഡൗൺ ആണ്, 2 പേര് LMXലെ ഡൗൺ ആണ്. ബീറൂസ് ഓൾറെഡി ഫിനിഷ് ആയി കഴിഞ്ഞു. സൈക്കോ ഇപ്പോഴും അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. തൊട്ടടുത്ത് നിന്ന് ബ്ലൈൻഡിലെ ഡൂഡി എത്തുന്നുണ്ട്. നമ്മുടെ കൗബോയുടെ കില്ല് അവിടെ കൺഫേം ചെയ്യുമെന്ന് അറിയത്തില്ല. കൗബോ ഇപ്പോഴും ഡൗൺ ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വെളി കൂടെ മാറുന്നുണ്ട്. ബെർലിൻ അത് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബെർലിൻ ഫയർ ചെയ്യാൻ ചാൻസ് ഉണ്ട്. നമ്മുടെ ഡൂഡിയുടെ അടുത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. കൗബോയ് അവിടെ പതുക്കെ അഴിഞ്ഞ് നീങ്ങുന്നുണ്ട്. F1 മെമ്പേഴ്സ് NOT മെമ്പേഴ്സിനെതിരെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. F1 ആൻഡ് NOTയുടെ ഫൈറ്റ് അവിടെ ഓൺ ആയിട്ടുണ്ട്. NOT ലിൽപ്രോ ഒക്കെ അവിടെ ഓടി നടക്കുകയാണ്. അപ്പോൾ NOT ഗ്രിഫിനെ അവിടെ റിവൈവ് ചെയ്യാനുള്ള ശ്രമത്തിലാണെന്ന് തോന്നുന്നു. NOT മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് റെമി അവിടെ തന്നെ NOT പോയിസൺ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ബെയിൻ അവിടെ ഫയറിംഗിലാണ്. ബെയിനെ അവിടെ സ്പോട്ട് ചെയ്യുക. ബെയിൻ അവിടെ ഒരു NOT പോയിസനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ തൊട്ട് ബാക്കിൽ കൂടെ ബെയിന് ഫയർ കിട്ടുന്നു. ബെയിനെ അവിടെ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നു. തൊട്ട് ബാക്കി F1 മെമ്പേഴ്സ് അവിടുത്തെ ക്ലച്ച് എടുത്ത് വിജയിച്ചിട്ടുണ്ട്. NOT മെമ്പേഴ്സിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തിട്ടുണ്ട്. സന്ദീപ് നീലമന വെൽക്കം ടു ദ ടീം. T-ഗോഡിനെ കാണിക്കാൻ പറയുന്നുണ്ട്. T-ഗോഡിനെ കാണിക്കണം. T-ഗോഡ് എവിടെ? T-ഗോഡ് ഫിനിഷ് ആയിട്ടുണ്ട് ബ്രോ. T-ഗോഡ് പാരഡൈസ് റിസോർട്ടിൽ ഇറങ്ങി ആദ്യം തന്നെ ഫിനിഷായി. T-ഗോഡിലെ ഡബിൾ വൈറ്റിക്ക് ഒരു കില്ലുണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഫിനിഷായി. അപ്പോൾ F1 മെമ്പേഴ്സ് മനോഹരമായിട്ട് തന്നെ ഇരിച്ചു. വീണ്ടും LMX ടീമിൻ്റെ അടുത്തേക്ക് പോകാം. LMX ആൻഡ് ബ്ലൈൻഡ് തമ്മിലുള്ള ഫൈറ്റ് എന്തോ എന്നുള്ളത് നോക്കാം. ബ്ലൈൻഡ് ബൂഡി ഇപ്പോഴും നിൽക്കുന്നേ ഉള്ളൂ. നമ്മുടെ കൗബോയിനെ അവിടെ റിവൈവ് ചെയ്തിട്ടുണ്ട്. കൗബോയ് അവിടെ റിവൈവ് ആയിട്ടുണ്ട്. അപ്പോൾ LMX മെമ്പേഴ്സ് അവിടെ എപ്പോഴും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ DKC മെമ്പേഴ്സ് ആൻഡ് ഒറാക്കിൾ തമ്മിലുള്ള ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ ആഷസ് മെമ്പേഴ്സ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ആഷസ് DKC ഒറാക്കിൾ എന്നിവർ തമ്മിലുള്ള ഫൈറ്റാണ് നടക്കുന്നത്. ഒറാക്കിളിൽ എറിക് ഓൾറെഡി നല്ല കട്ട ഫയറിംഗിലാണ്. എറിക് അവിടെ കട്ട ഫയറിംഗ് ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. എറിക്കിനെ സ്പോട്ട് ചെയ്ത് അവിടെ ഡൗൺ ചെയ്യാൻ ശ്രമിക്കുന്നത്. എറിക് ഓൾമോസ്റ്റ് ലോ HP-യിലാണ് നിൽക്കുന്നത്. എറിക്കിൻ്റെ അടുത്തേക്ക് നമ്മുടെ മായാവി ഓടി വരുന്നു. DKC മായാവി എറിക്കിനെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിപ്പുണ്ട്. അപ്പോൾ മായാവിയുടെ അടുത്തേക്ക് എറിക്ക് അവിടെ മനോഹരമായ മൂവ്മെൻറ്റുകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മായാവിനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. തൊട്ട് ബാക്കിൽ നമ്മുടെ ഡിവൈൻ ഉണ്ട്. ഡിവൈനെ അവിടെ ഫിനിഷ് ചെയ്യാനായിട്ടുള്ള ഡിവൈനെ അവിടെ റിവൈവ് ചെയ്യാനുള്ള ലക്ഷ്യത്തിലാണ് നിന്നത്. എന്തായാലും മായാവിനെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഒറാക്കിളിലെ ലോബോ ആണോ അതോ ആഷസിലെ മെമ്പേഴ്സ് ആണോ? ആഷസിലെ മെമ്പേഴ്സ് അവിടെ ആഷസിലെ അഗ്ലി ഡൗൺ ആണ്. ആഷസിലെ ഫ്ലൂയിഡും ഡൗൺ ആണ്. അപ്പോൾ ആഷസ് മെമ്പേഴ്സ് അവിടെ പതുക്കെ റിവൈവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ലോബോ ഒരു ബാക്കിൽ കൂടെ കയറി വരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോബോ ഒന്ന് ലോങ് റൊട്ടേഷൻ എടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ് തൊട്ടടുത്തേക്ക്. ആഷസ് മെമ്പേഴ്സിൻ്റെ അടുത്തേക്ക് പതുക്കെ കയറിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ലോബോനെയാണ് കാണാൻ സാധിക്കുന്നത്. ആഷസിലെ മോഡ് വൈറ്റ് ഇപ്പോഴും മൂസ വൈറ്റ് ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. T-ഗോഡ് എല്ലാം ഫിനിഷ് ആയിട്ടുണ്ട്. സന്ദീപ് നിലവന എന്തായാലും അപ്പോൾ തൊട്ടടുത്ത് നോക്കാം. കേരള മെമ്പേഴ്സിനെ നോക്കുകയാണെങ്കിൽ കേരള മെമ്പേഴ്സിൻ്റെ അടുത്ത് RVL മെമ്പേഴ്സ് ഉണ്ട്. RVL മെഫിസ്റ്റോ ക്രോണോസ് ആൻഡ് കിഡോപ്പി അവരുടെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നു. കേരള ലിക്വിഡ് സോണിക്ക് എല്ലാം ഓടി നടക്കുന്നു. ബ്രൗൺ കൗബോയ് LMXലെ മെമ്പറിനെ അവിടെ ഡൗൺ ചെയ്യുന്നു. LMXുമായിട്ടുള്ള ഫൈറ്റിംഗ് ഇപ്പോൾ വീണ്ടും ഓൺ ആയിട്ടുണ്ട്. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ബ്ലൈൻഡ് കൗബോയ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. തൊട്ടടുത്ത് നേടുകളും കാര്യങ്ങളൊക്കെ വന്ന് വീട് പൊട്ടിയെങ്കിലും തന്നെ നല്ല കറക്റ്റായിട്ട് ബാക്കപ്പ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മളെ ഡൂഡി തൊട്ട് ബാക്കിലുള്ള കോമ്പൗണ്ടിൽ നിൽക്കുന്നേ ഉള്ളൂ. ഡൂഡിനെ അവിടെ സ്പോട്ട് ചെയ്ത് നമ്മുടെ ഈഗ വൈറ്റിനെ ഡൗൺ ചെയ്തു. സൈക്കോനെ അവിടെ ഡൗൺ ചെയ്തു. 2 മെമ്പേഴ്സിനെ അവിടെ ഡൗൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡൂഡി എന്തായാലും അവിടെ മനോഹരമായിട്ട് തന്നെ കളിക്കുന്നു. LMXലെ ബെർലിനോട് ശേഷിക്കുന്നുള്ളൂ. ബെർലിനെ നമ്മുടെ ഇടിച്ച് കൊല്ലാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി മെമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഇടിച്ച് കൊന്നിരിക്കുകയാണ് നമ്മുടെ ഡൂഡി. ഒരു പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് ഡൂഡി. LMXലെ ബെർലിൻ അവിടെ ഇപ്പോഴും നിൽക്കുന്നുള്ളൂ. ബെർലിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ബെർലിൻ അവിടെ കിടക്കുകയാണ്. ബെർലിൻ്റെ അടുത്തേക്ക് ബ്ലൈൻഡ് ഡൂഡി ഓടി വരുന്നു. എന്താകും സ്ഥിതി എന്നറിയത്തില്ല. ഡൂഡി അവിടെ സ്പോട്ട് ചെയ്യുക. ബെർലിൻ്റെ ഹീലുകളും കാര്യങ്ങളൊന്നുമില്ല. ഒരു വെട്ടിക്കുള്ളതേ ഉള്ളൂ ബെർലിൻ. അപ്പോൾ കൗബോയ് അവിടെ അതുവഴി കയറി വരുന്നുണ്ട്. കൗബോയ് ബെർലിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഡൂഡി ആ കില്ല് കൺഫേം ചെയ്തിട്ടുണ്ട്. ഡൂഡി ആ കില്ലും കൊണ്ട് പോയിട്ടുണ്ട്. ഡൂഡി OP ഇൻ ദ ചാറ്റ് ഗൈസ്. അപ്പോൾ ഇനി അടുത്ത ആഷസ് ടീമിനോട് സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. ആഷസിലെ മെമ്പേഴ്സിൻ്റെ അടുത്ത് G10 മെമ്പേഴ്സ് ഉണ്ട്. G10 ഷസാമിനെ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. G10 ഷസാം അവിടെ ഓടിക്കെല്ലുവാണോ എന്തുവാണെന്ന് അറിയത്തില്ല. എന്തായാലും ഓടുന്നുണ്ട് ആശാൻ. ഇപ്പോൾ ഹീല് ആകെ ഒരെണ്ണമാണ് കയ്യിലുള്ളത്. തൊട്ട് ഫ്രണ്ടിൽ ആഷസിലെ മെമ്പേഴ്സ് ഓടുന്നുണ്ട്. ഇതൊന്നും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ബാൻഡേജൊക്കെ ചുറ്റി അവിടെ കിടക്കുകയാണ് തൽക്കാലത്തേക്ക്. ഇപ്പോൾ ഫൈറ്റ് ഒന്നും വേണ്ടെന്ന് വിചാരിച്ചു. ഒറാക്കിളിലെ ലോബോ ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ആശാൻ നമ്മുടെ ഹീലൊക്കെ എടുത്ത് പതുക്കെ ഓടുന്നേ ഉള്ളൂ. 5 ബാൻഡേജ്, ഒരു ഫുൾ മെഡിക്കിറ്റ്, അതേമാതിരി തന്നെ 4 ഡ്രിങ്ക്സ്, 4 പെയിൻ കില്ലർ. എന്താണിത്? ഇഷ്ടംമാതിരിയാണ് സപ്ലൈ കിട്ടിയേക്കുന്നത് നമ്മുടെ ഒറാക്കിളിലെ ലോബോയ്ക്ക്. അപ്പം എന്തായാലും ആശാൻ സേഫാണ്. ആശാൻ പതുക്കെ സോണിനുള്ളിൽ എത്തുക തന്നെ ചെയ്യുമെന്ന് നമുക്ക് വിശ്വസിക്കാം.
ഒറാക്കിൾ ലോബോ അവിടെ വളരെ സേഫാണ്. എക്സ്കൾസിലെ വാർഗോഡിൻ്റെ ഫൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വാർഗോഡ് ആൻഡ് എക്സ്കൾസിൻ്റെ ഫൈറ്റിലേക്ക് പോകാം. വാർഗോഡിലെ സ്റ്റാഷ് അവിടെ നിന്ന് ഫയർ ചെയ്തുകൊണ്ടിരിപ്പുണ്ടായിരുന്നു. മെർമൻ കിൽറാറ്റ് എന്നിവർ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. വാർഗോഡ് ലെവൻഡർ അവിടെ തൊട്ട് താഴെ ഇപ്പുണ്ട്. എക്സ്കൽ സൽമാൻ അവിടെ ഇപ്പോഴുണ്ട് തൊട്ടടുത്ത് തന്നെയുള്ള ഫൈറ്റുകളാണ്. എക്സ്കൾസിലെ ആഷിക്ക് അവിടെ നിൽക്കുന്നു. കിൽറാറ്റിനെ അവിടെ സ്പോട്ട് ചെയ്ത് വാർഗോഡിലെ എക്സ്കൾസിൽ ഫ്രീക്ക് വാർഗോഡിനെ അവിടെ ചുറ്റും വളഞ്ഞിരിക്കുകയാണ്. വാർഗോഡ് സ്റ്റാഷിനെ അവിടെ ഡൗൺ ചെയ്തിരിക്കുകയാണ്. ലെവൻഡർ അവിടെ ഇപ്പോഴും ലെവൻഡർ മാത്രം ശേഷിക്കുന്നു വാർഗോഡിന് വേണ്ടി. ലെവൻഡർ ഈ സ്പോർട്സ് ഒറ്റയ്ക്ക് അവിടെ നിൽക്കുകയാണ്. വാർഗോഡിലെ സ്റ്റാഷ് കിൽറാറ്റ് എന്നിവർ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. തൊട്ടടുത്ത് ലെവൻഡറിനെ നോക്കാൻ ലെവൻഡർ അവിടെ ഫയർ കൊടുത്ത് സൽമാനെ ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ തൊട്ടപ്പുറത്തു നിന്ന് ബാക്കി കട്ട ഫൈറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ബെയിൻ അവിടെ എൽഎക്സുമായിട്ടുള്ള ഫൈറ്റാണ്. എപിക്ക് ക്രേസി വാർഗോഡ് സ്റ്റാഷിനെ എടുത്ത് സൽമാനെ അവിടെ ഡൗൺ ചെയ്തെങ്കിലും പക്ഷേ ആഷിക്ക് അവിടെ നിന്ന് ട്രേഡ് എടുത്തിരിക്കുകയാണ്. അപ്പോൾ കേരള ഗെയിമേഴ്സ് അലയൻസ് ആഷസ് എന്തായെന്ന് ചോദിക്കുന്നുണ്ട്. വെൽക്കം ടു ദ സ്ട്രീം ഗൈസ്. അപ്പോൾ ആഷസിലെ മെമ്പേഴ്സ് ഇപ്പോഴും അവിടെ സോണിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആഷസ് 4 പേരും ലൈവായിട്ടുണ്ട്. അഗ്ലി, ഫിയർ, ഫ്ലൂയിഡ്, മൂസ എന്നിവരവിടെ സോണിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. ആകെ ഒരു കില്ല് കിട്ടിയുള്ളൂ. അപ്പം നമ്മുടെ മൂസയ്ക്ക് ഒരു കില്ല് ഇട്ടിട്ടുണ്ട്. നമ്മുടെ എനിക്കൊന്ന് ഒറാക്കിളിലെ മെമ്പേഴ്സിൻ്റെ കില്ലായിരുന്നെന്ന് തോന്നുന്നു. അവർ സോണിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. എൽഎക്സ് ആൻഡ് F1 തമ്മിലുള്ള ഫൈറ്റ് അവിടെ ഓണായിട്ടുണ്ട്. അതിലേക്ക് പോകാം നമുക്ക്. എവിടെ ഇപ്പോൾ എൽഎക്സിലെ മെമ്പേഴ്സ് അവിടെ F1 ടീമിനെ കംപ്ലീറ്റ് ആയിട്ട് വൈപ്പ് ചെയ്തതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എൽഎക്സിൽ നിഞ്ച OP 3 കില്ല്, എൽഎക്സിൽ ARൽ 3 കില്ലൊക്കെ എടുത്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും തൊട്ട് ഫ്രണ്ടിൽ അവിടെ ഒരു കില്ലൊക്കെ സോൺ ഔട്ടായിട്ട് പോകുന്നു. എന്താണിത്? ലൂട്ടുക ഇതാണ് ലക്ഷ്യം. ഓക്കെ, ഇപ്പോൾ SBI ടീം അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ സോണിൽ കയറിയിട്ടുണ്ട്. ആർവിൽ മെമ്പേഴ്സ് അവിടെ സോണിലെത്തിയിട്ടുണ്ട്. ക്യാമ്പ് ആൽഫ റീജിയനിൽ നിന്ന് നമ്മുടെ റെയ്ത്തിലെ മെമ്പേഴ്സ് അവിടെ പതുക്കെ ഓടി വരുന്നുണ്ട്. റെയ്ത്തിലെ മെമ്പേഴ്സൊക്കെ എല്ലാം സേഫായിട്ട് തന്നെ ഓടി വന്നുകൊണ്ടിരിക്കുന്നു. റെയ്ത്ത്, യാ, ഷുബു, നൈട്രോൺ, റെയ്ത്ത്, റിസർവ് എല്ലാം അവിടെ ഓടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സോണിലേക്കുള്ള ഓട്ടമാണ് നമ്മൾ കാണിക്കുന്നത്. ബ്രോ SN4നെ ഒന്ന് കാണിക്കാമോ? യെസ്, ഓഫ് കോഴ്സ് ബ്രോ, SN4നെ കാണിക്കാമല്ലോ. SN4 ബിലീവർ എല്ലാവരും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. ക്യാമ്പിംഗ് ആണ് അവരുടെ മെയിൻ എന്ന് തോന്നുന്നു. SN4 സൈക്കോ, ബിലീവർ, സ്ലെയർ എല്ലാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സോൺ അടുത്ത ഫോം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ SN4ലെ മെമ്പേഴ്സ് എല്ലാം അവിടെ സെറ്റായിട്ട് നിൽക്കുന്നത്. ഹാവക്കിലെ മെമ്പേഴ്സ് തൊട്ടടുത്തായിട്ട് ഓടുന്നുണ്ട്. ഹാവക്കിലെ മെമ്പേഴ്സ് ഇതൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. ഹാവക്കിലെ മെമ്പേഴ്സിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയത്തില്ല. എന്തായാലും ആശാന്മാർ അവിടെ നിൽക്കുന്നേ ഉള്ളൂ. SN4 മെമ്പേഴ്സ് എല്ലാം ഒരു ഏരിയയിൽ ക്യാമ്പിങ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നൈട്രോണൊക്കെ അവിടെ ഹാവക്കിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും റെയ്ത്തിലെ മെമ്പേഴ്സ് അവിടെ അട്ടിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. റെയ്ത്തിലെ മെമ്പേഴ്സ് നോക്കുവാണെങ്കിൽ നമ്മുടെ കേരള കിങ്ങിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഡൗൺ ചെയ്യുകയും ഫിനിഷ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. നൈട്രോൺ ആ കില്ല് എന്തായാലും കൺഫേം ചെയ്തിട്ടുണ്ട്. പ്ലേ സൗണ്ട് ഇഫക്റ്റ് ടോക്സിക് നേഷനിൽ അഗ്ലി അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ടോക്സിക് നേഷൻ എന്തായാലും അവിടെ ഡൗൺ ആയിട്ടുണ്ട്. നമ്മുടെ ഹാവക്കിന് അവിടെ ബാക്കിൽ കൂടെ കേരള ഗോഡ് അടിക്കുന്നുണ്ട്. നൈട്രോണിൻ്റെ അവിടെ ഓൾമോസ്റ്റ് നല്ല ഡാമേജ് ആണ് കിട്ടിയിരുന്നത്. റെയ്ത്തിലെ സുബു അവിടെ റാഷിനെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാഷ് അവിടെ ഡൗൺ ആയിരുന്നു. അപ്പോൾ യാഷിനെ അവിടെ റിവൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൈട്രോൺ ആൻഡ് റെയ്ത്ത് യാഷ് നിൽക്കുന്നേ ഉള്ളൂ. SBI ടീം അവിടെ എൽഎക്സുമായിട്ടുള്ള ഫൈറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നു. SBI മെമ്പേഴ്സ് അവിടെ എൽഎക്സുമായിട്ടുള്ള ഫൈറ്റ് ഓൺ ആയിട്ടുണ്ട്. എൽഎക്സ് ഹൂളിഗൻ അവിടെ ഡൗൺ ആണ്. നിഞ്ച OP മാത്രം ശേഷിക്കുന്നു. നിഞ്ച OP ആൻഡ് ARL അവിടെ ഇപ്പോഴും നിൽക്കുന്നുള്ളൂ. നിഞ്ചനെ അവിടെ SBI ഡ്യൂഡ് ഡൗൺ ചെയ്ത് ഇടിച്ചൊക്കെ കൊല്ലുകയാണ്. അപ്പോൾ എന്താണ് തെളിയിച്ചതെന്ന് അറിയത്തില്ല. എൽഎക്സിലെ ഹൂളിഗൻ അവിടെ ഡൗൺ ആണ്. SBI മെമ്പേഴ്സ് ഓരോന്നായിട്ട് കിൽ കൺഫേം ചെയ്ത് എൽഎക്സ് ARL അവിടെ ലൂട്ടാൻ പോയിരുന്നു ആ സമയത്ത്. അപ്പോൾ എന്തായാലും ARL അവിടെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. റെയ്ത്ത് മെമ്പേഴ്സ് G10 ഫൈറ്റ് അവിടെ ഓൺ ആയിരുന്നു. റെയ്ത്തിലെ മെമ്പേഴ്സ് ഇപ്പോഴും G10 നോക്കാം. G10 ഡെൽവിൻ OP അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. റെയ്ത്തിലെ ഋഷവിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഡെൽവിൻ എന്തായാലും നൈട്രോൺ ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. നൈട്രോണിൻ്റെ അടുത്തേക്ക് കയറി പോകുമോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. നൈട്രോൺ ഇപ്പോഴും അവിടെ നിൽക്കുന്നേ ഉള്ളൂ. റെയ്ത്തിലെ ബാക്കി മെമ്പേഴ്സ് സ്പോട്ട് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ല. റെയ്ത്തിലെ നൈട്രോണിനെ നോക്കാം. നൈട്രോൺ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ്. നമ്മുടെ ഡെൽവിനെ സ്പോട്ട് ചെയ്യാനുള്ള ശ്രമത്തിൽ. ഡെൽവിനെ അവിടെ സ്പോട്ട് ആവുകയാണെങ്കിൽ മിക്കവാറും ഫിനിഷ് ആവാൻ ചാൻസ് ഉണ്ട്. റെയ്ത്തിലെ ഷുബു ഒക്കെ അവിടെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് ഡെൽവിനെ സ്പോട്ട് ചെയ്യാൻ. നൈട്രോൺ ആയിരിക്കും മിക്കവാറും ഫിനിഷ് ചെയ്യാൻ ചാൻസ് എന്ന് തോന്നുന്നു. തൊട്ടടുത്ത് SN4ലെ മെമ്പേഴ്സ് ഉണ്ട്, ഹാവക്കിലെ മെമ്പേഴ്സ് ഉണ്ട്. അപ്പം നൈട്രോൺ അവിടെ വിദഗ്ധമായിട്ട് തന്നെ പിന്നോക്കം വലിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഡെൽവിനെ അവിടെ സ്പോട്ട് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടിരിക്കണം. അപ്പോൾ ഡെൽവിൻ്റെ അടുത്തേക്ക് പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്ന നൈട്രോൺ ചിടക്കിടയ്ക്ക് ചെറിയൊരു ചോപ്പിനെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. SN4 മെമ്പേഴ്സിന് നോക്കാം. SN4 മെമ്പേഴ്സ് അവിടെ ഫയർ കൊടുക്കുന്നുണ്ട്. ഹാവക്കിലെ മെമ്പേഴ്സിൻ്റെ എതിരെ ഹാവക്കിനെ അവിടെ റെയ്ത്തിലെ ശുഭു അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തേർഡ് പാർട്ടി എടുക്കാൻ മാക്സിമം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാവക് കേരളനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹാവക് കേരള അവിടെ SN ബിലീവർ അവിടെ കട്ട ഫയറിംഗ് ആണ്. അപ്പോൾ SN4 നമ്മുടെ ന്യൂക്ലിയസ് FRC ഒക്കെ അവിടെ ഓടി വരുന്നേ ഉള്ളൂ. അപ്പോൾ നൈട്രോൺ അവിടെ പതുക്കെ അടുത്തുകൊണ്ടിരിക്കുന്നു. നൈട്രോൺ അവിടെ എന്താണ് ചെയ്യുന്നത്? M4 വെച്ചുള്ള അട്ടിക്ക് വെക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഹാവക്കിലെ മെമ്പേഴ്സ് ഇപ്പോഴെല്ലാം പതുക്കെ റിവൈവ് ആയിക്കൊണ്ടിരിക്കുന്നു. SN4 മെമ്പേഴ്സിന് അവിടെ പതുക്കെ സോണിൽ കയറേണ്ടത്. എക്സ്കൾസിലെ ഫ്രീക്കൊക്കെ അവിടെ തൊട്ടടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോന്നായിട്ട്.
ഇപ്പോൾ സോൺ എക്സ്ട്രീം ഷിഫ്റ്റാണ് എന്തായാലും കൊടുത്തത് 1x മെമ്പേഴ്സ്. അപ്പം ഏറ്റവും മേളിലായിട്ടുള്ളൊരു ചെറിയ ക്യാമ്പിലാണ് ഇപ്പോൾ തൽക്കാലം നിൽക്കുന്നത്. RVL മെമ്പേഴ്സ് സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. LX മെമ്പേഴ്സ് സോണിൽ കയറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കേരള ടീം ആൻഡ് ബ്ലൈൻഡ് തമ്മിലുള്ള ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. ടീം SBIയുമായിട്ടുള്ള ഒരു ഫൈറ്റ് നടക്കാൻ ചാൻസ് ഉണ്ട്. കേരള സോണിക്കൊക്കെ അവിടെ ഓടുന്നുണ്ട്. കേരള സോണിക്കിനൊക്കെ ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലൈൻഡ് ഡൂഡി ആൻഡ് കൗബോയ്. ബ്ലൈൻഡ് ഡൂഡി അവിടെ മനോഹരമായിട്ട് തന്നെ കൊടുക്കുന്നു. അപ്പോൾ അവസാനം ടീം SBIയിലെ ബോസ് അവിടെ മേലെ നിന്ന് ബോസ് അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കേരള സോണിക്കിനെ അവിടെ ഫിനിഷ് ചെയ്തു. കേരളയിലെ മെമ്പേഴ്സ് ടീം SBI ഡ്യൂഡിനെയൊക്കെ അവിടെ വെള്ളത്തിൽ നിന്ന് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഹാസിം എന്തായാലും അവിടെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് സേവ് ചെയ്യാൻ. ജാഗോപ്പി അവിടെ ദൂരെ നിന്ന് SBI മെമ്പേഴ്സിന് ഡാമേജ് കൊടുക്കാൻ ശ്രമിക്കുന്നു. SBIക്ക് അവിടെ സോണിൻ്റെ ഡാമേജ് കിട്ടുമ്പോൾ AKM അവിടെ ഡൗൺ ആയിട്ടുണ്ട്. സോറി, SBIയിലെ ഡ്യൂഡ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. ജാഗോപ്പി ഇപ്പോഴും അവിടെ നിന്ന് സ്പ്രേ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടടുത്ത് നമ്മുടെ SOS അവിടെ റിവൈവ് ചെയ്യുക, SOS അല്ല ബോസ് അവിടെ റിവൈവ് ചെയ്യുകയാണ്. ആസിങ് ഇപ്പോഴും അവിടെ നിൽക്കുന്നു സേഫായിട്ട്. ലിക്വിഡ് ഇപ്പോൾ സോണിൽ വരേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ടീം SBI ജെറ്റ് ഫയർ കേരള ലിക്വിഡിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്തിട്ടുണ്ട്. SBI ജെറ്റ് ഫയറിൻ്റെ അടുത്തേക്ക് പോകണമെങ്കിൽ ലിക്വിഡിനെ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഫിനിഷും ചെയ്തിട്ടുണ്ട്. കേരള ലിക്വിഡ് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഹാവക്ക് എക്സ്കൾസിലെ സൽമാനെ അവിടെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. ബ്ലൈൻഡിലെ മെമ്പേഴ്സ് അവിടെ ആഷസുമായിട്ടുള്ള ഫൈറ്റ്. ആഷസിലെ മൂസ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. മൂഷയ്ക്കെതിരെ സ്പ്രേ കൊടുത്തുകൊണ്ടിരിക്കുന്നു. ആഷസിലെ മെമ്പേഴ്സ് ടോക്സിക് നേഷൻ അഗ്ലി അവിടെ തിരിച്ച് ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്തായാലും ടോക്സിക് നേഷൻ അഗ്ലി അവിടെ ബ്ലൈൻഡ് കൗബോയിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ടോക്സിക് നേഷൻ അഗ്ലിക്ക് അവിടെ പതുക്കെ സോണിൽ പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഹീലും കാര്യങ്ങളൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല. നമ്മുടെ അഗ്ലി പതുക്കെ സോണിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രക്ഷയില്ല. അപ്പം ആഷസിലെ മൂസ വൈറ്റ് ഇപ്പോഴും നിൽക്കുന്നുള്ളൂ. ആഷസിലെ ഫിയർ FTW അവിടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഹീലൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മിക്കവാറും ഇപ്പോൾ തന്നെ അഗ്ലി ഡൗൺ ആവും. ആ പുള്ളി ഡൗൺ ആയി. ഓക്കെ, അഗ്ലിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അഗ്ലി അവിടെ ഹീലൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്തായാലും തൊട്ടടുത്ത് ഫിയർ FTW ഉണ്ട്. ഫിയർ വന്ന് റിവൈവ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് തോന്നുന്നു. മൂസ അവിടെ പതുക്കെ സോണിലേക്ക് പോകാൻ ശ്രമിക്കുമായിരിക്കും. അപ്പോൾ മൂസ അപ്പോൾ എന്തായാലും ആശാമാർ അവിടെ സോണിലേക്ക് പോകാനുള്ള പ്രയോറിറ്റിയാണ് കൊടുത്തേക്കുന്നത്. ടീംമേറ്റിനെ റിവൈവ് ചെയ്യുന്നില്ല. TXN അഗ്ലി ഇപ്പോഴും അവിടെ നിൽക്കുന്നുള്ളൂ. അഗ്ലിയോട് അവിടെ സോണിനുള്ളിലേക്ക് കയറി വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അഗ്ലി എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. സോണിനുള്ളിൽ എത്തുമോ? ഇല്ല, അഗ്ലി അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എക്സ്കൾസിലെ മെമ്പേഴ്സിനെ സ്പോട്ട് AP ക്രേസിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. ആഷിക്ക് ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. ആഷിക്കിനെ അവിടെ സ്പോട്ട് ചെയ്ത് വേറെ ആരോ ഡൗൺ ചെയ്തു. SBIയിലെ ബോസ് അവിടെ ഡൗൺ ചെയ്തു. ആഷിക്കിനെ സ്പോട്ട് ചെയ്ത്. അപ്പോൾ ആഷസ് ഫിയർ FTW ഇപ്പോഴും സോണിൽ പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഷസ് മെമ്പേഴ്സ് 8 ടീമുകളിലായിട്ട് 24 മെമ്പേഴ്സ് ഇപ്പോഴും അല്ലാണ്ട് SN4 മെമ്പേഴ്സ് അവിടെ പതുക്കെ സോണിൽ എത്തിയിട്ടുണ്ട്. അതേമാതിരി തന്നെ ആഷസിലെ മെമ്പേഴ്സിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആഷസ് മൂസ വൈറ്റിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ സൈക്കോ റെഡി ആയിട്ട് നിൽക്കുന്നു. സൈക്കോ എന്താണ് മാന്തിക്കുന്നതെന്ന് അറിയത്തില്ല. സൈക്കോ അവിടെ മൂസ വൈറ്റിക്ക് നല്ല ഡാമേജ് കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മൂസ വൈറ്റിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഡൗൺ ചെയ്തിട്ട് മൂസ ഇൻസ്റ്റൻ്റ് ആയിട്ട് അവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. കേരളയിലെ ഹാസിം അവിടെ ഡൗൺ ആയിട്ടുണ്ട്. അപ്പോൾ SBI മെമ്പേഴ്സ് അവിടെ മനോഹരമായിട്ട് തന്നെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കേരള ഹാസിമിനെ അവിടെ ഡൗൺ ചെയ്തിട്ടുണ്ട്. പതുക്കെ സോണിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ SBI ജെറ്റ് ഫയറിനെ നമുക്ക് കാണാൻ സാധിക്കും. ഹാസിമിൻ്റെ കില്ല് അവിടെ കൺഫേം ആവും. അപ്പോൾ SN4 മെമ്പേഴ്സ് പതുക്കെ സോണിലേക്ക് ദൂരെ നിന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. കേരള ജാഗോപ്പി അവിടെ തിരിച്ചു വന്നിരിക്കുകയാണ്. കേരള ജാഗോപ്പി അവിടെ ഒറ്റയ്ക്ക് ഫയർ കൊടുക്കാൻ ശ്രമിച്ചു. പക്ഷേ ബാക്കി SBIയിലെ മെമ്പേഴ്സ് അവിടെ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇനി 6 ടീമുകളിലായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. റെയ്ത്തിലെ മെമ്പേഴ്സ് അവിടെ പതുക്കെ സോണിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മുടെ ന്യൂക്ലിയസിനെയൊക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഹാവക് കേരളയിലെ ന്യൂക്ലിയസിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. റെയ്ത്ത് മെമ്പേഴ്സ് അവിടെ XLR റേറ്റിനെ അവിടെ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കട്ട ഫയറിങ് അവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ റെയ്ത്തിലെ ശുഭു അവിടെ ഫയർ കൊടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നൈട്രോൺ അതിൻ്റെ ഇടയ്ക്ക് ഡൗൺ ആയിട്ടുണ്ട്. നൈട്രോൺ അവിടെ ഡൗൺ ആയിട്ടുണ്ട്. നൈട്രോണിൻ്റെ കില്ല് അവിടെ കൺഫേം ചെയ്യുമെന്ന് അറിയത്തില്ല. നമ്മുടെ ഹാവക്കിലെ നമ്മുടെ നമ്പർ അവിടെ എന്തായാലും നൈട്രോണിനെ കൺഫേം ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയസ് FRC അവിടെ ഹാവക്കിൻ്റെ കില്ലാണ് കൺഫേം ചെയ്തു ഹാവക്കിന് വേണ്ടി.
സോറി ബ്രോ, വോയിസ് ഇല്ലാത്തത് ഇപ്പോഴാണ് ഞാൻ കണ്ടത്. അയ്യോ, നിങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടായിരുന്നു, നേരത്തെ ഒന്ന് കമൻറ്റ് ചെയ്യത്തില്ലായിരുന്നോ? വോയിസ് ഇല്ലായിരുന്നു, ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ ഇത്ര നേരം പറഞ്ഞതെല്ലാം വേസ്റ്റ് ആയല്ലോ ഗൈസ്. അപ്പോൾ കട്ടയ്ക്ക് തിരിച്ച് മെഫിസ്റ്റോ അവിടെ ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു, SBA ബോസ് അവിടെ ഡൗൺ ചെയ്യാൻ ശ്രമിച്ചു. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം വേസ്റ്റ് ആയിരുന്നു എന്ന് മനസ്സിലായി. അയ്യോ, എൻ്റെ ശ്വാസം ഇല്ലാതെ പറഞ്ഞതാണ് ഇതെല്ലാം, പക്ഷേ ഒന്നും നടന്നില്ല. അപ്പോൾ താങ്ക് യു ഗൈസ്, താങ്ക് യു ഫോർ റിമൈൻഡിങ് SN4, താങ്ക് യു ഫോർ റിമൈൻഡിങ് മീ. അപ്പോൾ എന്തായാലും 1xലെ മെമ്പേഴ്സ് ആൻഡ് SN4 ആണ് SBA മെമ്പേഴ്സാണ് ബാലൻസ് ആയിട്ടുള്ള രണ്ട് ടീമുകൾ. അപ്പോൾ SBAയിലെ ഡ്യൂഡ് അവിടെ ഡൗൺ ആയിട്ടുണ്ട്. 1xലെ എഡ്ഗർ ആൻഡ് ടോംബ് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അവർക്ക് സോണിൻ്റെ ഡാമേജ് നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നു. സോണിനുള്ളിലേക്ക് കയറേണ്ടതായിട്ടുണ്ട്. 1xലെ എഡ്ഗർ അവിടെ സോണിനുള്ളിൽ എത്തിയിട്ടുണ്ട്. എഡ്ഗറിനെ അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ടോംബിനെ അവിടെ സ്പോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ടോംബൂടെ അവിടെ ഫിനിഷ് ആവുന്നുണ്ട്. SBA AKM അവിടെ കട്ട ഫയറിംഗ് ആണ്. അപ്പോൾ തൊട്ട് റൈറ്റിൽ ഇനി ആരെങ്കിലും ഉണ്ടോ? 1xലെ യദൂഡ് ഉണ്ടെന്ന് തോന്നുന്നു. 1xലെ യദൂഡ് ഉണ്ടെന്ന് തോന്നുന്നു. യദു ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. യദു ഒറ്റയ്ക്ക് അവിടെ ഫയർ കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യദുവിനെ സ്പോട്ട് ചെയ്ത് ഫയർ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് SBAയിലെ മെമ്പേഴ്സ്. അപ്പോൾ താങ്ക് യു ബ്രോ, താങ്ക് യു ഫോർ ടെല്ലിങ്. അപ്പോൾ എപ്പോഴാണെന്ന് അറിയത്തില്ല, നമ്മുടെ മൈക്ക് ഓഫ് ആയി പോയായിരുന്നു എന്തായാലും. അപ്പോൾ 1xലെ മെമ്പേഴ്സിൻ്റെ എതിരെ 1x യദുവിനെതിരെ അവിടെ SBA മെമ്പേഴ്സ് അവിടെ കട്ട ഫൈറ്റിങ്ങാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. SBA SOS അവിടെ മാക്സിമം കറങ്ങി ചെല്ലുന്നുണ്ട്. മാക്സിമം കറങ്ങി വന്ന് ഫൈറ്റ് എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. SBA AKM SBA ഡ്യൂഡ് എല്ലാം അവിടെ നിന്ന് കട്ട ഫയറിങ് പോലെ ഒരു രക്ഷയില്ല. ആരെങ്കിലും ഒന്ന് കാണുവാണെങ്കിൽ അപ്പം നീടുകളും കാര്യങ്ങളും എല്ലാം കുക്ക് ചെയ്തെറിയുന്നുണ്ട്. എന്താകും സ്ഥിതി നിർത്തില്ല. 1xലെ യദുവിന് നല്ല ഡാമേജ് കിട്ടിയിട്ടുണ്ട്. മോളിയൊക്കെ എടുത്തെറിഞ്ഞുണ്ട്. മോളിയുടെ ഡാമേജൊക്കെ കിട്ടുന്നുണ്ട്. എന്താകും സ്ഥിതി അറിയത്തില്ല. യദു ഇപ്പോഴും അവിടെ ഹോൾഡ് ഓൺ ചെയ്യാണ്. അപ്പോൾ യദുവിൻ്റെ അടുത്തേക്ക് SBA മെമ്പേഴ്സിൻ്റെ ഫൈറ്റാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യദു ഓക്കെ, നമുക്കിപ്പോൾ സെറ്റാണ്. അപ്പോൾ സോൺ അവിടെ കയറി വന്നുകൊണ്ടിരിക്കുമ്പോൾ യദുവിന് അവിടെ വൻപിച്ച് നഷ്ടമാണെന്ന് തോന്നുന്നു. യദുവിന് അവിടെ പതുക്കെ സോണിൽ കയറേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സോണിൻ്റെ ഡാമേജ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. 1x SBAയിൽ ഒരു പ്ലെയറിനെ ഡൗൺ ആക്കിയിട്ടുണ്ട്. യദുവിന് അവിടെ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷേ SBA ഡ്യൂഡിൻ്റെ അവിടെ ലാസ്റ്റിലത്തെ ഷോട്ട് കണക്റ്റ് ആയിട്ടുണ്ട്. ഡ്യൂഡ് അവിടെ ഫിനിഷ് ചെയ്തു ബ്രോ. അപ്പം SBA മെമ്പേഴ്സ് മനോഹരമായിട്ട് തന്നെ ചിക്കൻ ഡിന്നർ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. 14 കിലോട് കൂടി ചിക്കൻ ഡിന്നർ SBA മെമ്പേഴ്സ് കൊണ്ടുപോയിട്ടുണ്ട്. 1xലെ മെമ്പേഴ്സ് അവിടെ 7 കിലോട് കൂടി 2ാം സ്ഥാനത്തും, RVL മെമ്പേഴ്സ് 1 കിലോട് കൂടി 3ാം സ്ഥാനത്തും, SN4 അവിടെ നിന്ന് 4ാം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഹാവക്കിലെ മെമ്പേഴ്സ് 5ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തത്. അപ്പോൾ റേറ്റിലെ മെമ്പേഴ്സ് 6ാം സ്ഥാനത്തും, കേരള ടീം മെമ്പേഴ്സ് 7ാം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തത്. ഇപ്പോൾ ആഷസ് മെമ്പേഴ്സ് 8ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. ഇപ്പോൾ എക്സ്കൾസ് 9ാം സ്ഥാനത്തും, 10ാം സ്ഥാനത്ത് ബ്ലൈൻഡും, 11ാം സ്ഥാനത്ത് നമ്മുടെ 11ാം സ്ഥാനത്ത് LXലെ മെമ്പേഴ്സുമാണ് ഫിനിഷ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ G10 മെമ്പേഴ്സാണ് 12ാം സ്ഥാനത്ത് ഫിനിഷ് ആയേക്കുന്നത്. ഒറാക്കിൾ 13ാം സ്ഥാനത്തും, F1 14ാം സ്ഥാനത്തും, വാർഗോഡ് 15ാം സ്ഥാനത്തും ഫിനിഷ്. അല്ല ബ്രോ, എന്തായാലും ഇപ്പോൾ ലാസ്റ്റ് നിമിഷം വരെ റിമൈൻഡ് ചെയ്യും. അപ്പോൾ സൗണ്ട് പോകുന്ന സമയത്ത് നിങ്ങളൊന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കുമായിരുന്നെങ്കിൽ അത് വളരെ ഉപകാരമായിരുന്നു. അന്നേരം തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കൂടെ ചാറ്റ് സെക്ഷൻ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പം അന്നേരം തന്നെ റിമൈൻഡ് ചെയ്യാൻ എളുപ്പമായേനെ. പക്ഷേ എന്തായാലും നിർഭാഗ്യവശം ശ്വാസമില്ലാതെ പറഞ്ഞതെല്ലാം വെറുതെ ആയി എന്ന് പറഞ്ഞു. അപ്പോൾ വാർഗോഡ് കിൽറാറ്റൊക്കെ 15ാം സ്ഥാനത്ത് ഫിനിഷായപ്പോൾ LMX മെമ്പേഴ്സ് 16ാം സ്ഥാനത്തും, 17ാം സ്ഥാനത്ത് DKCയും, 18ാം സ്ഥാനത്ത് NOT മെമ്പേഴ്സുമാണ് ഫിനിഷ് ആക്കിയേക്കുന്നത്. അപ്പോൾ NOTയുടെ കില്ലവിടെ ഒന്നും കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. കില്ലൊന്നുമില്ല. ഓക്കെ, കുഴപ്പമില്ല. ഈ മെമ്പേഴ്സ് അവിടെ 19ാം സ്ഥാനത്ത് ഫിനിഷ് ആയപ്പോൾ T-God അവിടെ 20ാം സ്ഥാനത്താണ് ഫിനിഷ് ആയിരിക്കുന്നത്. അപ്പോൾ